ഈശോയിൽ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗമാണ്. അവിടെ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ സമൃദ്ധമായിട്ട് ഭക്ഷിക്കുവാൻ അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിൽ ഇരിക്കുവാൻ കൽപ്പിച്ചതിന് ശേഷം ആ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ഓളം പുരുഷന്മാർ ആയിരുന്നു. ഈ തിരുവചന ഭാഗത്ത് നമ്മൾ 1-2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നോ അതാണ് ഈശോ സന്തോഷത്തോടെ സ്വീകരിച്ച് സ്വർഗീയ പിതാവിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളുടെ കയ്യിലും എന്തുണ്ടോ അത് കർത്താവിനെ ഒന്ന് ഏൽപ്പിക്കുക. നിങ്ങൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എനിക്കൊന്നുമില്ല, ഇല്ല എന്ന് പറയുന്നതിന് പകരം എൻ്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ഈ ചെറിയ സംഖ്യ കർത്താവെ നീ സ്വീകരിച്ച് അത് സമൃദ്ധമാക്കണമേ. എനിക്ക് തന്നിരിക്കുന്ന ഈ കഴിവ് കർത്താവെ നീ സ്വീകരിച്ച് അത് വളർച്ചയ്ക്കുള്ള ഒരായുധമാക്കി മാറ്റണമേ എന്ന് ദൈവത്തോട് പറ. അത് സന്തോഷത്തോടെ ദൈവം സ്വീകരിച്ച് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. രണ്ടാമത് നമുക്ക് വേണ്ടത് അനുസരണയാണ്. 5000 പുരുഷന്മാരെ വെറും 12 വ്യക്തികൾ അടുക്കും ചിട്ടയോടും കൂടിയിരുത്തി. നമുക്ക് സാധിക്കാത്ത കാര്യമാണ്. അതോടൊപ്പം ആ 5000 പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. 12 പേർ ഈശോയുടെ നേതൃത്വത്തിൽ 12 പേർ പറഞ്ഞത് ആ ജനം അനുസരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ നിന്നും ദൈവത്തിൽ നിന്നും നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അനുസരണ ആവശ്യമാണ്. മൂന്നാമത് ബാക്കി വരുന്നത് ശേഖരിക്കണം. അവിടെ ഇട്ടേച്ചു പോകാൻ പറ്റില്ല. 12 ശിഷ്യന്മാർക്കും അവരുടെ തലയിൽ ചുമക്കത്തക്ക രീതിയിൽ 12 കുട്ട നിറയെ ബാക്കി വന്ന അപ്പവും മീനും അവർ ശേഖരിച്ചു. ദൈവം നിങ്ങൾക്ക് എന്ത് തന്നോ അത് നഷ്ടപ്പെടുത്തി കളയാതെ അത് ശേഖരിച്ചു വെക്കണം. പൊയ്ക്കോട്ടെ, അത് ആർക്കേലും കിട്ടിക്കോട്ടെ, ഇത് എൻ്റെ അല്ലല്ലോ, അത് ഞാൻ അധ്വാനിക്കാത്ത അല്ലല്ലോ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന് പകരം ബാക്കി വരുന്നതെല്ലാം നിങ്ങൾ ശേഖരിച്ച് നിങ്ങളുടേതാക്കി മാറ്റണം. ഈ തിരുവചന ഭാഗം നിങ്ങളെ എല്ലാവർക്കും സമൃദ്ധമായ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വചനമായി മാറട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന എല്ലാ മക്കളും സുവിശേഷ വേലയ്ക്കായി ദൈവം തിരഞ്ഞെടുക്കപ്പെടുന്ന മക്കളായിട്ടും അനുഗ്രഹത്തിൻ്റെ ദിനമായിട്ടും അവർക്ക് മാറട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.